അച്ഛനെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞ കേട്ടോ. സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോയിട്ടോ. നീ കണ്ടു നോക്കി. ഹലോ 500 റുപ്പീസ് തരാം. അച്ഛനെ വിളിച്ചൊന്ന് പ്രാങ്ക് ചെയ്യാമോ? ഇപ്പൊ വിളിക്കണം. ഇപ്പൊ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 റുപ്പീസ്. എടാ എന്താ പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കുക. അച്ഛനെ വിളിച്ച് പറയുക ഒരു ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അച്ഛനെ വിളിച്ച് കൺവിൻസ് ചെയ്യിക്കണം ആ കല്യാണത്തിന് വേണ്ടി. എന്താ പറയുന്നത്? അച്ഛൻ സമ്മതിക്കുമായിരിക്കും? സമ്മതിക്കും, സപ്പോർട്ടാണ് എല്ലാത്തിനും. പക്ഷെ ഇപ്പൊ എന്താ പറയുമെന്ന് അറിയത്തില്ല. ഓക്കെ നോക്കാം. വിളിക്കണം ഇപ്പൊ. വിളിക്കണം. സ്പീക്കർ ഇടണേ. ജോലിയിലായിരിക്കും. ഹലോ. ആ പിന്നെ ബിസിയാണോ? അല്ല, എനിക്ക് 3 വർഷമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ വേറൊരു റിലീജിയൻ ആണ്. അപ്പൊ അവന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഇപ്പം. അപ്പം എനിക്കിപ്പം അവനില്ലാതെ പറ്റത്തൂല. എന്ത് ചെയ്യാ? ഞാൻ എന്തോ കടും കഴിയാനാ? അല്ല, പക്ഷെ പുള്ളിക്കാരന്റെ വീട്ടില് ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുക. സപ്പോർട്ടല്ല, ഇന്റർകാസ്റ്റ് ഒക്കെ ആയോണ്ട്. അല്ല, കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. എന്താ ഇങ്ങനെ തന്നെ ആയിരിക്കും അച്ഛന്റെ റെസ്പോൺസ് എന്ന് വിചാരിച്ചു. അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അമ്മ എന്താ പറയുന്നത്? അമ്മയും അച്ഛനും എല്ലാം എത്ര നാളായിട്ട്? അമ്മ ഞാൻ 3rd സ്റ്റാൻഡേർഡ് പഠിക്കും മരിച്ചു പോയതാ. അപ്പൊ അച്ഛനാണ് വളർത്തിയത്? ഒറ്റ മോളാണ്? അല്ല, അനിയനുണ്ട്. രണ്ടുപേരും അച്ഛൻ തന്നെയാണ് വളർത്തിയത്. അപ്പം അതാണ് ഈ സപ്പോർട്ടിന്റെ പിന്നിലല്ലേ? അമ്മ അച്ഛനും ലവ് മാരേജ്. അമ്മയ്ക്ക് എന്ത് പറ്റിയ? അമ്മ ആക്സിഡന്റ് ആയിരുന്നു. അപ്പം സക്സസ്ഫുള്ളി നമ്മളെ പ്രാങ്കിൽ വിജയിച്ചിരിക്കുകയാണ്. സോ ഇങ്ങനെ കട്ടക്ക് നിൽക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ എല്ലാ മക്കളും സേഫ് ആയിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു കേട്ടോ.